പൂക്കോട് വെറ്റിനറി കോളേജിലെ BVMS വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവസം ദിവസം ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന സമയമാണ്. ആമാശയത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ ആ കുട്ടി അനുഭവിച്ച ക്രൂരതകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും SFI സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ പത്രക്കുറിപ്പ് വന്നു. SFIക്ക് ഇതിലൊരു ബന്ധവുമില്ലായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരും SFIക്കാർ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ആർഷോയ്ക്ക് ഈ കേസിൽ SFIക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയാനാവുക? ബന്ധവുമില്ല എന്ന് പറയുക മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തുകയും കവലകളെല്ലാം കുറ്റവാളികളെ പിടിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 6 പേർ ഞങ്ങളുടെ ആൾക്കാരായിരുന്നു എന്ന വാദവും ഇപ്പോൾ വരുന്നുണ്ട്. 6 പേർ SFIക്കാരാണ്, അതുകൊണ്ട് അവരെ അങ്ങ് പുറത്താക്കി കളഞ്ഞു എന്ന വാദമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ എന്തുകൊണ്ടാണ്? നമ്മൾ റാഗിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ റാഗിംഗ് നിരോധന നിയമം ഇവിടെ നിലവിലുണ്ട്. എങ്കിൽ പോലും കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് ഉണ്ട് എന്നത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഇത്രയും ക്രൂരമായ രീതിയിലേക്ക് റാഗിംഗ് നടത്താൻ, ഒരു പ്രാകൃതമായ രീതിയിലേക്ക് എങ്ങനെയാണ് ഈ കുട്ടികൾ എത്തിച്ചേർന്നത്? അതിനെ ഏത് സംഘടനയാണ്? സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി വരെ ഇപ്പോൾ പല കേസുകളിലും പ്രതിയാണ്. അത്തരമൊരു സംഘടനയ്ക്ക് എങ്ങനെയാണ് കുട്ടികളെ നേരെ നയിക്കാനാവുക എന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും പൂക്കോട് വെറ്റിനറി കോളേജിലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ കേട്ടാൽ ആരെയും നാണിപ്പിക്കുന്നതും ആരെയും സങ്കടപ്പെടുത്തുന്നതുമായ കഥകൾ തന്നെയാണ്. സമകാലീന കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി റാഗിങ് കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കേസുകളിലും പ്രതികളായിട്ടുള്ളവർ SFIക്കാർ തന്നെയാണെന്നാണ്. സംസ്കൃത കോളേജിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംസ്കൃത കോളേജ് മാത്രമല്ല, മഹാരാജാസ് കോളേജിലെ 2019 കേസിലെ പ്രതിയാണ് ആർഷോ. ഹോസ്റ്റലിൽ ഒരു കുട്ടിയെ കെട്ടിയിട്ട് മർദ്ദിച്ച പ്രതിയാണ് ആർഷോ എന്ന് നമുക്കറിയാം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും SFI പറഞ്ഞത് ഞങ്ങൾ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പുലർത്തുന്നവരാണ്, ഞങ്ങൾ ഇത്തരത്തിലൊന്നും ചെയ്യില്ല എന്നും ഒരു നാണവും മാനവും ഉടുപ്പുമില്ലാതെ എന്തു ക്രൂരതയാണ് നിങ്ങൾ കാട്ടിയത്. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് അച്ഛനെ കാണാനായി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ചെല്ലുക. എങ്ങനെയാണ് ഇത്രയും ക്രൂരരായിരിക്കാൻ SFIക്കാർക്ക് കഴിയുന്നതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ SFIക്ക് അത്ര ആശ്വാസകരമല്ല. എന്നാൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരടക്കമുള്ളവർ പുലർത്തുന്ന മൗനം അത് SFIക്ക് എന്നും വളമാകാറുണ്ടെന്ന കാര്യത്തിൽ സംശയവുമില്ല. ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് കിട്ടാനിരിക്കുന്ന ചില അവസരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാനിരിക്കുന്ന പദവികളോ ഒക്കെ തന്നെയാകാം ഇത്തരത്തിൽ സാംസ്കാരിക മേഖലയിൽ നിന്നോ സിനിമാ മേഖലയിൽ നിന്നോ ഒക്കെ തന്നെ ആരും പ്രതികരിക്കാത്തത്. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ വേറെ ഏതെങ്കിലും കോളേജുകളിലോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ആയിരുന്നു പ്രതിസ്ഥാനത്തെങ്കിൽ തീർച്ചയായും പ്രതികരിച്ചേനും. ഇതിലൊക്കെ നമുക്ക് സങ്കടകരമായ മറ്റൊരവസ്ഥ KSUവിന്റെ അപകടകരമായ മൗനം കൂടിയാണ്. എന്തുകൊണ്ടാണ് KSU പോലുള്ള ഒരു സംഘടന ഇത്രയധികം അപകടകരമായ മൗനം പുലർത്തുന്ന സംശയം പോലും ബാക്കിയാകുന്നു. ഏതായാലും ക്യാമ്പസുകളിൽ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രം ഉണ്ടാകുന്നതിന്റെ ദോഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി സിദ്ധാർത്ഥൻ SFIയുടെ ക്ലാസ് റെപ്പായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കൂടെ കൊണ്ട നടക്കുന്നവരെ വെട്ടിക്കൊല്ലാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഭാരതത്തിലുള്ളൂ, അത് CPM ആണ്. കൂടെ കണ്ടു നടക്കുന്നവൻ തെറ്റിയാൽ 51 വെട്ടിക്കൊല്ലാൻ മടിക്കാത്ത, അതും അയാളുടെ ഭാര്യയടക്കം, TP നമുക്കറിയാം, TPയുടെ ഭാര്യയടക്കം സംഘടനയുടെ ഭാഗമായിരുന്നവർ തന്നെയായിരുന്നു. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ വെട്ടിക്കൊല്ലാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവരെ ന്യായീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്നപ്പോൾ ആ പ്രതികൾ വന്നപ്പോൾ അവരെ മാലയിട്ട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഇളമുറക്കാർക്ക് ഇതിനപ്പുറം ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളില്ല, അതുകൊണ്ട് തങ്ങളല്ല ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആർഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന ഭാഗത്തുനിന്ന് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഇരിക്കുമ്പോൾ ഈ കുട്ടിയുടെ പേരിൽ ഇപ്പോൾ ഒരു പുതിയ കേസ് കൂടി ചാർജ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എളുപ്പത്തിൽ ഊരിപ്പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വകുപ്പാണ് SC/ST അട്രോസിറ്റി വകുപ്പ്. ആർക്കുമെതിരെ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു മാരക ആയുധമായി ഉപയോഗിക്കുന്ന സാധനം. അത് തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ആ കുട്ടി ആരോടെങ്കിലും മോശമായി പെരുമാറിയെങ്കിൽ, ഇനി അഥവാ SC/ST അട്രോസിറ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ വിചാരണ നടത്താനും അതിനെ വിധിക്കാനും
തൂക്കിക്കൊല്ലാനും ഒക്കെ നിങ്ങൾ ആരാണ്? അതാണ് SFIക്കാരോട് ചോദിക്കാനുള്ളത്. ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇവരുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ജോസഫൈൻ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായി പാർട്ടി കോടതി ഉണ്ടെന്നുള്ളതാണ്. ഈ പാർട്ടി കോടതിയാണ് ഇവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പറയാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കുട്ടി സഖാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കണ്ടു വളരുന്നത് ആ രീതിയാണ്, അവർ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ്. അതുകൊണ്ടാണ് പരസ്യമായ ആൾക്കൂട്ട വിചാരണ നടത്തിക്കൊണ്ട് ആ കുട്ടിയെ ഇല്ലാതാക്കിയത്. ഇപ്പോൾ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ എതിർപ്പ് ഭയന്ന് ഇപ്പോൾ അതുപോലെ തന്നെ കണ്ടുനിന്ന വിദ്യാർത്ഥികളെ പ്രതിയാക്കിയിരിക്കുന്നു. കണ്ടുനിന്ന വിദ്യാർത്ഥികളെ കണ്ടുനിന്ന വിദ്യാർത്ഥികളെ അവിടെ നിന്നും പരീക്ഷ എഴുതാതെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. 3 വർഷത്തേക്ക് അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കണ്ടുനിന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്ര ഭയാനകമായ അവസ്ഥയായിരിക്കും ആ കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടാവുക. അവർക്ക് മിണ്ടാൻ കഴിയില്ലെങ്കിൽ ആ ക്യാമ്പസിലെ അവസ്ഥ എന്താണ്? ഇത്തരം ഒരു പ്രശ്നം നടക്കുമ്പോൾ ആരും കമാതൊരക്ഷരം ഉരിയാടാതെ, ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം അങ്ങനെ മിണ്ടാതിരിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് നമുക്കിടയിലുണ്ട്. സോഷ്യൽ മീഡിയ വഴിയെങ്കിലും ഒരു ചെറിയ ക്ലിപ്പെങ്കിലും എടുത്ത് ആരെങ്കിലും ഇത് പുറത്തുവിടുന്ന കാഴ്ചയുണ്ട്. അതുപോലും ആ ക്യാമ്പസിൽ നിന്നുണ്ടായില്ലെങ്കിൽ ഈ 130 കുട്ടികളെ അവർ ഏത് രീതിയിലാണ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആ കലാലയത്തിന്റെ അവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്കാണ് നഷ്ടമുണ്ടായത്, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനാണ് നഷ്ടമുണ്ടായത്, സിദ്ധാർത്ഥിന്റെ അച്ഛനാണ് നഷ്ടമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക നായകന്മാരും മിണ്ടാതിരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഒരു വിവാദം വേണ്ട, SFI എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണമെന്ന രീതിയും തോന്നുന്നുണ്ട്. നമുക്കറിയാം, ആർഷോ തന്നെ ഇത്തരം ഒരു റാഗിംഗ് കേസിൽ പ്രതിയാകുമ്പോൾ ആർഷോയ്ക്ക് ആരോടാണ് ചോദിക്കാൻ കഴിയുക, ആരെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? SME റാഗിംഗ് കേസ് അടക്കം നമ്മൾ പല റാഗിംഗ് കേസുകളും കണ്ടതാണ്. അതിനുശേഷം നമുക്കറിയാം ജിഷ്ണു പ്രണോയിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ജിഷ്ണു പ്രണോയി ഒരു കേസിൽ പ്രശ്നമുണ്ടായ സമയത്ത് ജിഷ്ണു പ്രണോയിയുടെ അമ്മ ആ ജിഷ്ണു പ്രണോയിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇവിടെ DGP ഓഫീസിന് മുന്നിൽ വന്നപ്പോൾ അവരെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ രീതികളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടിക്കുരങ്ങന്മാർക്ക് ചുടുചോറ് വാരാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നതും ഈ ഉന്നത നേതൃത്വങ്ങളാണ്. ഒരു സംശയവുമില്ല, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഈ കേസിൽ ഒന്നാം പ്രതി. പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഒരു കുട്ടിക്ക് സ്വസ്ഥമായി പോയി ജീവിക്കാൻ പറ്റുന്നില്ല, അവിടെ പഠിക്കാൻ കഴിയുന്നില്ല, ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്നെങ്കിൽ അതിൽ ഒന്നാം പ്രതി പിണറായി വിജയനും ഒപ്പം ആഭ്യന്തര വകുപ്പും അതിലുമുപരി SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയുമാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഏതായാലും ആ വീട്ടുകാർക്കുണ്ടായ നഷ്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിച്ചതുകൊണ്ട് മാത്രം ഇപ്പോഴെങ്കിലും ഈ വിഷയങ്ങളൊന്ന് പുറത്തറിയാനും കുറച്ചു കാര്യങ്ങളെങ്കിലും അറിയാനും സാധിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇതിന്റെ ഒരു മെച്ചം.